മറ്റീച്ചകളെ പോലെ ഭക്ഷിക്കുകയോ കടന്നൽ പോലെ കുത്തുകയോ കീടങ്ങൾ പോലെ നമ്മുടെ ചെടികൾ നശിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. നമ്മുടെ സമൂഹത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഈച്ചയാണിത്. ഇവർക്ക് ആക്റ്റീവായിട്ടുള്ളൊരു മൗത്തില്ല, ഇവർ ഭക്ഷിക്കില്ല. ഇവർക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു അവയവം മാത്രമേ ഉള്ളൂ, ചെറിയ സ്പോഞ്ച് പോലുള്ള ഒരു അവയവം മാത്രമാണ് ഇവർക്കുള്ളത്. ഈ ഫ്ലൈസ് ഇണ ചേർന്ന് മുട്ടയിട്ട് കഴിഞ്ഞാൽ ഇവർ ചത്തുപോകും. അത്രയുള്ള ഒരു ആയുസ് 7 ദിവസത്തിനുള്ളതായിട്ട് ഇവർ ചത്തുപോകും. കൂടുതൽ ഫ്ലൈസും കൂടുതൽ ലാർവകളെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലൈസിനെ നമ്മൾ വല കെട്ടി സംരക്ഷിക്കണം. അതിനുവേണ്ടി നമുക്ക് കൊതുകുവലകൾ ഉപയോഗിക്കാം. അപ്പോൾ കൊതുകുവലകളൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്യൂപ്പ സ്റ്റേജിലുള്ള ബ്ലാക്ക് കളറായിട്ടുള്ള പ്യൂപ്പകളുണ്ട്. നമ്മുടെ ഈ ഭക്ഷ്യഭക്ഷണങ്ങൾ കഴിഞ്ഞ് അവർ 28 ദിവസം കഴിഞ്ഞാൽ പ്രീ പ്യൂപ്പ സ്റ്റേജാണ്. അത് കഴിഞ്ഞാൽ പ്യൂപ്പ സ്റ്റേജ്. ഈ പ്യൂപ്പ സ്റ്റേജിലുള്ള കറുത്ത പുഴുക്കളെ നമ്മൾ ഒരു ഡാർക്ക് റൂം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രേഡകത്ത് ഒരു പേപ്പർ എന്തെങ്കിലുമൊക്കെ ഇട്ടെടുത്താലും മതി. നമ്മളെ ഈ കൊതുകുവലക്കുള്ളിൽ ഈ പുഴുക്കളെ വെച്ച് കഴിഞ്ഞാൽ അവർ 10 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ഫ്ലൈസായി മാറും. ധാരാളം ഫ്ലൈസ് ഉണ്ടാവും.